2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഭരണത്തുടർച്ചയുടെ മോഹങ്ങളുമായി വന്ന LDFനെ നിഷ്പ്രഭമാക്കിയ ഈ വിജയത്തിന് പിന്നാലെ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതായിരുന്നു. VD സതീശന്റെ ജനകീയതയും KC വേണുഗോപാലിന്റെ ഹൈക്കമാൻഡ് സ്വാധീനമുയർത്തിയ കടുത്ത വെല്ലുവിളികളെ അതിജീവിച്ച് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അത് രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ അതിജീവനത്തിന്റെ കഥയായി മാറുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ അധികാരന്മാരായ നേതാക്കൾക്കിടയിൽ സ്വന്തം ഇടം കണ്ടെത്തിയ നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ അത് ക്ഷമയുടെയും പോരാട്ടത്തിന്റെയും ഉദാഹരണമാണെന്ന് കാണാം. 1956 ആലപ്പുഴയിലെ ഹരിപ്പാട് ജനിച്ച രമേശ് KSU എന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് പൊതുരംഗത്തേക്ക് വരുന്നത്. വെറുമൊരു പ്രവർത്തകനിൽ നിന്നും KSU സംസ്ഥാന പ്രസിഡന്റായും തുടർന്ന് NSUI ദേശീയ പ്രസിഡന്റായും അദ്ദേഹം അതിവേഗം വളർന്നു. 1982 വെറും 26-ാം വയസ്സിൽ ഹരിപ്പാട് നിന്നും നിയമസഭയിലെത്തിയ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന റെക്കോർഡും സ്വന്തമാക്കി. കരുണാകരന്റെ I ഗ്രൂപ്പിലെ വിശ്വസ്തനായിരുന്ന അദ്ദേഹം അക്കാലത്ത് കോൺഗ്രസിലെ യുവതുർക്കികളിൽ ഒരാളായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ തലത്തിലേക്ക് ചുവടുമാറ്റിയ രമേശ് ചെന്നിത്തല 4 തവണ പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായി മാറിയ അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം ദേശീയ നേതാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകി. എന്നാൽ കേരള രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം അദ്ദേഹത്തെ തിരികെ സംസ്ഥാനത്തേക്ക് എത്തിച്ചു. 2011 UDF അധികാരത്തിൽ വരുമ്പോൾ KPCC പ്രസിഡന്റായിരുന്നു രമേശ് ചെന്നിത്തല. അന്ന് മുഖ്യമന്ത്രി പദത്തിന് തൊട്ടടുത്ത് എത്തിയെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രി പദത്തിലെത്തിച്ചു. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കാലഘട്ടം 2021 തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ളതായിരുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പിണറായി സർക്കാരിനെതിരെ സ്പ്രിംഗ്ലർ, ആഴക്കടൽ മത്സ്യബന്ധന കരാർ തുടങ്ങിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഹൈക്കമാൻഡ് തലമുറ മാറ്റം എന്ന പേരിൽ VD സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് ഇത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെയും രമേശിന്റെയും ആധിപത്യം അവസാനിപ്പിച്ച് പുതിയൊരു നേതൃത്വ നിരയെ കൊണ്ടുവരാനുള്ള ഹൈക്കമാൻഡ് നീക്കം അദ്ദേഹത്തെ രാഷ്ട്രീയമായി തളർത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. എന്നാൽ ആ സമയത്തും പാർട്ടി വിടാനോ കലാപം ഉണ്ടാക്കാനോ അദ്ദേഹം തയ്യാറായില്ല. പകരം ഒരു സാധാരണ പ്രവർത്തകനായി പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള 18 MP-മാരെ നമ്മൾ വിജയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അഭൂതപൂർവമായ വിജയം നമുക്കുണ്ടായി. അതിന്റെ തുടർച്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളത്. 10 വർഷത്തെ LDF ഭരണം അവസാനിപ്പിച്ച UDF 2026 അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി പദത്തിനായി 3 കരുത്തരായ നേതാക്കളാണ് രംഗത്തുണ്ടായിരുന്നത്. ജനകീയ മുഖമായി സതീശൻ കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷത്തെ നയിച്ച കരുത്തിലാണ് മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചത്. യുവാക്കളുടെയും സോഷ്യൽ മീഡിയയുടെയും പിന്തുണ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഹൈക്കമാൻഡിലുള്ള സ്വാധീനമായിരുന്നു വേണുഗോപാലിന്റെ കരുത്ത്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത വിശ്വസ്തനായ അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ഹൈക്കമാൻഡിലെ ഒരു വിഭാഗം താല്പര്യപ്പെട്ടിരുന്നു. പക്വതയുള്ള നേതൃത്വം, ഘടകകക്ഷികൾക്കിടയിലുള്ള സ്വീകാര്യത, നീണ്ടകാലത്തെ പ്രവർത്തന പരിചയം എന്നിവയായിരുന്നു രമേശിന്റെ മുൻതൂക്കം. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൊക്കെ വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പഴയ തലമുറ എന്ന് പറയുന്നതല്ല. ഓരോ ഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ നേതാവാകാം. അന്ന് കഷ്ടപ്പെട്ട് നടന്നു, മണിക്കൂറുകൾ നടന്ന് സ്കൂളുകളിൽ പോയി കേസ് ഉണ്ടാക്കി, സൈക്കിളിൽ പോയി കേസ് ഉണ്ടാക്കി. ഞങ്ങളൊക്കെ സൈക്കിളിൽ പോയിട്ടാണ് KSU യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത്. കടുത്ത വടംവലിക്കൊടുവിൽ ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തലയ്ക്ക് പച്ചക്കൊടി കാണിക്കുകയാണെങ്കിൽ അതിന് ചില വ്യക്തമായ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDFിലെ ഘടകകക്ഷികൾക്ക് രമേശ് ചെന്നിത്തലയോടുള്ള താല്പര്യം നിർണായകമായി നിലനിൽക്കും.
എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിൽ ലീഗ് നേതൃത്വം വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, സതീശന്റെ ചില നിലപാടുകളോട് ഘടകകക്ഷികൾക്കുണ്ടായിരുന്ന വിയോജിപ്പ് ചെന്നിത്തലയ്ക്ക് തുണയായി മാറും. തകർന്നടിഞ്ഞ സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു സംസ്ഥാനത്തെ നയിക്കാൻ ഭരണപരിചയമുള്ള ഒരാൾ വേണമെന്ന ചിന്ത ഹൈക്കമാൻഡിനുണ്ടായി. KPCC പ്രസിഡന്റ്, ആഭ്യന്തര മന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ രമേശ് ചെന്നിത്തലയ്ക്കുള്ള അറിവ് സതീഷിനേക്കാളും വേണുഗോപാലിനേക്കാളും അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നു. 2021 അർഹമായ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ രമേശ് ചെന്നിത്തല കാണിച്ച രാഷ്ട്രീയ മാന്യതയ്ക്ക് പ്രതിഫലം നൽകേണ്ടതുണ്ടെന്ന വികാരം പാർട്ടിയിൽ തന്നെ ശക്തമായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഗ്രൂപ്പുകളെ സമന്വയിപ്പിക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയും ഹൈക്കമാൻഡിനുണ്ട്. മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല അധികാരമേൽക്കുകയാണെങ്കിൽ മുന്നിലുള്ളത് കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ്. കേരളം നേരിടുന്ന കടുത്ത കടബാധ്യത പരിഹരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യം. കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് സംസ്ഥാനത്തിന് അർഹമായ വിഹിതം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കണം. സതീശൻ, വേണുഗോപാൽ പക്ഷങ്ങളെ ഭരണത്തിലും സംഘടനയിലും അർഹമായ രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോയാൽ മാത്രമേ സർക്കാരിന് സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. 3000 രൂപ പെൻഷൻ ഉൾപ്പെടെയുള്ള ജനകീയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നതും വലിയൊരു കടമ്പയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദം ലഭിക്കുകയാണെങ്കിൽ അത് വെറും ഒരു അധികാരലാപ്തി ആയിരിക്കില്ല, മറിച്ച് തഴയപ്പെട്ടവർക്കും അവഗണിക്കപ്പെട്ടവർക്കും രാഷ്ട്രീയത്തിൽ ക്ഷമയോടെ കാത്തിരുന്നാൽ ലഭിക്കുന്ന വലിയൊരു അംഗീകാരമായി അതിനെ കാണാൻ കഴിയും. VD സതീശൻ ഉയർത്തിയ യുവത്വത്തിന്റെ വെല്ലുവിളിയും KC വേണുഗോപാൽ ഉയർത്തിയ ഡൽഹി സ്വാധീനത്തെയും തന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് അദ്ദേഹം മറികടക്കുമോ എന്നതാണ് കേരളം കാത്തിരിക്കുന്ന ഒരു ചോദ്യം. പടത്തലവനായി രമേശ് ചെന്നിത്തല അധികാരമേറ്റാൽ കേരളം പുതിയൊരു വികസന മാതൃകയിലേക്ക് കടക്കുമോ എന്നതും ജനങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലെ തിരിച്ചടികളെ നിശബ്ദമായി നേരിട്ടുകൊണ്ട് അവസരോചിതമായി പ്രതികരിച്ച അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമോ എന്നതാണ് ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം.